വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഏഞ്ചലിക് മെസ്സേജ് എന്താണെന്നുള്ളതാണ് ഇന്ന് റീഡ് ചെയ്യുന്നത്. ഈ സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളിൽ ചേഞ്ചസ് വരുത്തണം എന്നുള്ളതാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാർഡ്സ് നോക്കാം. Celebration, go outside, motivation, lost and found. Hidden love. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇതിൽ വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ലൈറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ടൈം നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഹെൽപ്പ് കിട്ടും. അത് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടുന്നു എന്നുള്ളത് മീൻസ് അവിടെ ഒരു ഡിവൈൻ കണക്ഷൻ വരുന്നതാണ്. അതായത് നമ്മളെ ദൈവത്തിന് നേരിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏത് ശക്തിയാണോ വിശ്വസിക്കുന്നത് ആ ശക്തിക്ക് നേരിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ആ ശക്തി മറ്റുള്ളവരിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ ഒക്കെ പ്രവർത്തിക്കുകയാണ് ചെയ്യുക. മറ്റുള്ളവരിലൂടെ നിങ്ങൾക്ക് ഹെൽപ്പ് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് കാരണം നിങ്ങളൊരു ലൈറ്റ് വർക്കറായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നിങ്ങൾ വന്നതിന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം. അതൊരു ലൈറ്റ് വർക്കർ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യുക, അങ്ങനെ എന്തോ ഒരു ലൈറ്റ് വർക്കർ എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ എനർജി ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് നിങ്ങളുടെ എന്താണോ സോൾ ട്രൈബ്, ആ സോൾ ട്രൈബിലുള്ള ആ ഒരു എനർജീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്നുള്ളതാണ്. ആ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നർ ലൈറ്റ് എപ്പോഴാണോ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നത്, എപ്പോഴാണോ അത് നിങ്ങളിൽ അവേക്കണിങ് സംഭവിക്കുന്നത്, ആ സമയത്താണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് വരുന്നത്. അത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഒരു ലൈറ്റ് വർക്ക് എന്നുള്ള ഒരു ഇതിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മറ്റുള്ളവരിലൂടെ ആ ഒരു ശക്തി പ്രവർത്തിക്കുന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഫുൾ മൂൺ, ന്യൂ മൂൺ ടൈമൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വർക്കാകും. കാരണം നിങ്ങളുടെ ഡിവൈൻ ഫെമിനൈൻ എനർജി അവേക്കണിങ് ആവുന്നുണ്ട്. ഇങ്ങനെ അവേക്കണിങ് ആകുമ്പോൾ മൂൺ എന്ന് പറയുമ്പം ഇമോഷനാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഇമോഷൻ, നിങ്ങളുടെ ഇമോഷൻ എന്തൊക്കെ നിങ്ങളിൽ സപ്രസ് ചെയ്തിരിക്കുന്ന ഇമോഷൻ ഉണ്ട്, ഇതൊക്കെ ഹീലിംഗ് ചെയ്യേണ്ട സമയമാണ് ഈ ഫുൾ മൂൺ, ന്യൂ മൂൺ ടൈം. അതുകൊണ്ട് ഈ ഒരു ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങളുടെ ഇമോഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഇമോഷൻ നല്ല ക്ലിയർ ആയിട്ട് വരും. നിങ്ങൾക്ക് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റിലീസ് ആവുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ന്യൂ മൂൺ, ഫുൾ മൂൺ വരുന്ന ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും ഹീലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യും. നിങ്ങളുടെ ഇമോഷൻ ഭയങ്കര കാം ഡൗൺ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ റീസ്റ്റോർ ചെയ്യപ്പെടും. ഇമോഷൻ റീസ്റ്റോർ ചെയ്ത് പുതിയ നല്ല ഇമോഷൻ, അതായത് സപ്രസ് ചെയ്തിരിക്കുന്ന ഇമോഷനൊക്കെ റിലീസായിട്ട് പോകുന്നിടത്താണ് അവിടെ സ്പേസ് വരുന്നത്. അവിടെയാണ് പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നത്, അവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിൽ പുതിയ എനർജി അവേക്കണിങ് ആവുന്ന സമയമാണ്. അത് ഡിവൈൻ ഫെമിനൈൻ എനർജി ആയിരിക്കും. കാരണം മൂൺ എന്ന് പറയുന്നത് ഫെമിനൈൻ എനർജി ആണല്ലോ. അപ്പോൾ ആ ഒരു ഫെമിനൈൻ എനർജി നിങ്ങളിൽ വൂണ്ടഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ മദർ വൂൺസ് പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളിൽ നിന്ന് റിലീസ് ആയിട്ട് അവിടെ ഡിവൈൻ ഫെമിനിറ്റി വരുവാണ് ചെയ്യുന്നത്. ഈ ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് ജെൻഡർ വ്യത്യാസമല്ല, എനർജി വൈസ് ആണ്. ഫെമിനൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആശയങ്ങൾ, നമ്മുടെ എനർജി ഫ്ലോ, ഇതൊക്കെയാണ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ എനർജി ഫ്ലോ കൃത്യമായിട്ട്, പ്രാണ എനർജി കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ക്ലാരിറ്റി വരും. പുതിയ ആശയങ്ങൾ നിങ്ങളിൽ വരും.
ആ വരുന്ന ആശയങ്ങൾ പ്രാക്ടിക്കലാക്കാനുള്ള എനർജിയാണ് മാസ്കുലൈൻ എനർജി. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഈ ഒരു ഫെമിനൈൻ എനർജി അവേക്കണിങ് ആയാൽ മാത്രമേ അവിടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വരൂ, ആശയങ്ങൾ വരൂ, കൃത്യമായിട്ടുള്ള ഐഡിയാസ് വരൂ. ഐഡിയാസ് കൃത്യമായിരിക്കണം, അതുപോലെ കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ കറക്റ്റ് ആയിരിക്കുമ്പോൾ മാത്രമേ അവിടെ ആ മാസ്കുലൈൻ എനർജി ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് വരൂ. അതല്ലാതെ റോങ് ആയിട്ടുള്ള ആശയങ്ങളാണ് വരുന്നതെങ്കിൽ, റോങ് ആയിട്ടുള്ള ആശയങ്ങൾ എപ്പോഴാണ് വരിക? ഈ ഡിവൈൻ ഫെമിനൈൻ എനർജി ഡിവൈനിറ്റി അല്ലാതെ അതിലൊരു വൂണ്ടഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് തെറ്റായ ആശയങ്ങൾ വരിക. അപ്പം നിങ്ങൾ ആ തെറ്റായ ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. ആ ഒരു ആക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് തെറ്റായ കാര്യത്തിലേക്കാണ് പോവേണ്ടി വരിക. അപ്പോൾ ആ ഒരു ഫെമിനൈൻ എനർജി ഡിവൈനിറ്റിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആശയങ്ങൾ വരും, പ്ലാനിങ് വരും. ഇതൊക്കെ നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് വരും. അതുകൊണ്ടാണ് ഈ ഫുൾ മൂൺ ടൈം നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ട സമയമാണ് എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ഹീലിംഗ് നടക്കേണ്ടത് ഈ ടൈമാണ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. വിസ്ഡം എന്ന് പറയുന്ന കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ഡിവൈൻ ഫെമിനൈൻ എനർജി അവേക്കണിങ് ആവുന്നുള്ളത്, അവിടെ കൃത്യമായിട്ടുള്ള ആശയങ്ങൾ വരുന്നുള്ളത്. അപ്പോൾ അവിടെ ആ വിസ്ഡമായിട്ടാണ് കണക്റ്റ് ആവുന്നത്. നമ്മളുടെ റിട്ടൺ നോളജ് ഉണ്ട്, അതുപോലെ നമ്മുടെ വിസ്ഡം ഉണ്ട്. ഈ റിട്ടൺ നോളജ് എന്ന് പറയുമ്പോൾ ആരൊക്കെയോ എഴുതി വെച്ച എന്തൊക്കെയോ കാര്യങ്ങളാണ്. അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഉള്ളിൽ നിന്ന് വന്ന അവർ മനസ്സിലാക്കിയ സത്യമായിരിക്കാം അവരെഴുതിയത്. അത് ചില സമയം നമുക്ക് റൈറ്റ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ റിട്ടൺ നോളജിന് ഒരു പരിധിയുണ്ട്, നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്നതിനും ഒരു പരിധിയുണ്ട്. ബട്ട് നമ്മുടെ ഉള്ളിലെ വിസ്ഡം, ജ്ഞാനം ഓപ്പൺ ആകുമ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് വേണ്ട റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. അതുപോലെ നമ്മൾ എന്ത് കാര്യത്തിനാണെങ്കിലും കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വരും. അതാണ് ഈ വിസ്ഡം ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം. ഒരിക്കലും തെറ്റില്ല. പക്ഷേ റിട്ടൺ നോളജ് ചില സമയം പല ആൾക്കാരുടെ ആശയങ്ങളായിരിക്കും, അത് ചില സമയം നമ്മുടെ എനർജിക്ക് മാച്ച് ആവില്ല. അപ്പോൾ റിട്ടൺ നോളജിന് ഡിഫറെൻ്റ് ഉണ്ട്, റിട്ടൺ നോളജും വിസ്ഡം തമ്മിൽ. അപ്പോൾ ഈ ഒരു വിസ്ഡമാണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഇതൊക്കെ ഞാൻ പറയുന്നതൊക്കെ നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഇന്നർ ലൈറ്റിൽ കണക്ട് ചെയ്യണം. അതെന്താണെന്ന് മനസ്സിലാക്കണം. ഇന്നർ ലൈറ്റ് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഗ്ലോ ആകും. അതായത് ഉള്ളിലെ ബ്യൂട്ടി പുറത്തോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ പുറത്തോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്യുമ്പം ആദ്യം ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളോട് സെൽഫ് വർത്ത് വേണം, സെൽഫ് ലവ് വേണം, സ്വയം ആക്സെപ്റ്റൻസ് വേണം, സ്വയം അംഗീകാരം വേണം. ഈ സ്വയം അംഗീകരിക്കുന്നിടത്തു നിന്നാണ്, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും, കോംപ്ലക്സ് ഉണ്ടാവും, പലതരം കുറവുകൾ സ്വയം കണ്ടെത്തുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും അതിനെ അംഗീകരിക്കാൻ പറ്റുന്നിടത്തു നിന്നാണ് നിങ്ങളുടെ ആ ഒരു ഇന്നർ ലൈറ്റ് പുറത്തോട്ടേക്ക് വരുന്നത്. ഇത് വരുമ്പോഴാണ് നിങ്ങളുടെ പവർ പുറത്തോട്ടേക്ക് വരിക. ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എനർജി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്ഥിരം താമസിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരം ജോലി ചെയ്യുന്ന ആ ഒരു ഏരിയ മാത്രം നിങ്ങൾ എപ്പോഴും ആ ഒരു ഏരിയ തന്നെ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ ഗ്രോത്ത് ഇല്ല, നിങ്ങളുടെ ആ ഒരു എനർജി എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അതേസമയം ആ ഒരു ഏരിയയിൽ തന്നെ നിങ്ങൾ കുറച്ച് ഇതുവരെ കാണാത്ത സ്ഥലങ്ങളിൽ പോവുക, അങ്ങനെ പോയി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു എനർജീൻ്റെ ഒരു എക്സ്പ്ലോർ നടക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ എനർജി ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം സ്റ്റക്ക് ആവാതെ അതിന് കുറച്ചൊരു എക്സ്പ്ലോർ നടക്കുമ്പോഴാണ് നിങ്ങളിൽ പല കാര്യങ്ങളും തുറന്നു വരുന്നത്. എപ്പോഴും എനർജി എക്സ്പ്ലോർ ചെയ്യണം. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ട്രാവലിംഗ് ആണ്. അപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രാവൽ ചെയ്യുക. റിസ്ക് എടുത്ത് ട്രാവൽ ചെയ്യണമെന്നല്ല, അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ പോയി എക്സ്പ്ലോർ ചെയ്യുക, പല പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ എനർജി കുറച്ചുകൂടി ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. അതായത് റിസീവിങ് മോഡിൽ വരും. ഈ റിസീവിങ് മോഡിൽ വരുമ്പോൾ നിങ്ങൾ പലതും നല്ല കാര്യങ്ങളാണ് അട്രാക്റ്റ് ചെയ്യുക. നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡിവൈൻ ഫെമിനൈൻ അവേക്കണിങ് ആകുമ്പോൾ നല്ല കാര്യങ്ങളാണ് വരിക. അതായത് ഫെമിനൈൻ എനർജി അട്രാക്റ്റിംഗ് ആണല്ലോ, അട്രാക്ഷൻ എനർജി ആണല്ലോ. അപ്പോൾ ഈ ഗ്രാവിറ്റി എനർജി എപ്പോഴും ആകർഷിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നല്ല കാര്യം, ആ ഒരു ഡിവൈനിറ്റി വരുമ്പോൾ നല്ല കാര്യമാണ് ആകർഷിക്കുക. അപ്പം നമ്മുടെ എനർജി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ, നമ്മളെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എക്സ്പ്ലോർ നടക്കുമ്പം നിങ്ങളിൽ വരുന്ന ഒരു കാര്യം ഹിഡൻ ഡെപ്ത് എന്നുള്ള കാർഡാണ്. അതായത് നിങ്ങളിൽ ഉള്ളിൽ ബാക്കി നിൽക്കുന്ന, ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവാം. പല ആൾക്കാരുടെ ലൈഫിൽ പലതും ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യം എപ്പോഴും ഒരു കടമാണ് അല്ലേ, ഒരു കാർമിക് ബാധ്യതയും കൂടിയാണ്.
അപ്പോൾ ഇത് പുറത്തോട്ടേക്ക് വരുമ്പം നിങ്ങൾക്ക് നിങ്ങളിൽ എന്താണ് ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വരും. അവിടെ അതിനുള്ള സൊല്യൂഷനും നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നുള്ളതാണ് കാണിക്കുന്നത്. അത് കംപ്ലീറ്റ് ആവുന്ന രീതിയിലേക്ക്, പൂർണ്ണമാകാത്തത് പൂർണ്ണമാകുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ അത് പൂർണ്ണമാകുമ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്പണിങ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ പൂർണ്ണമാകാത്ത പല കാര്യങ്ങളും പൂർണ്ണമാകും. ആ സമയത്താണ് നിങ്ങൾക്ക് ഓപ്പണിങ് സംഭവിക്കുന്നത്. ആ ഓപ്പണിങ് സംഭവിക്കുമ്പം നിങ്ങൾക്ക് മുന്നേ നഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവും, അത് തിരികെ വരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരികെ കിട്ടും. അതെന്തും ആകാം. നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, നിങ്ങൾക്കൊരു നിരാശ തോന്നുന്നത്, എന്ത് നഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്കതൊരു നിരാശ അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഇങ്ങനെ തോന്നുന്നത്, ആ കാര്യം നിങ്ങളിലേക്ക് റിട്ടേൺ വരും. അതിന് മേ ബി നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നാച്ചുറലി അത് നിങ്ങളിലേക്ക് വരും. അവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട കാര്യമാണെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ഭാഗത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അവിടെ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് കറക്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മേ ബി അത് കറക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്താണ് തെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് ചെയ്യുന്നതായിരിക്കാം. അതല്ലെങ്കിൽ അവിടെ എന്താണോ സംഭവിക്കേണ്ടത് ആ ഒരു കാര്യം സംഭവിക്കും. അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യം നിങ്ങൾക്ക് തിരിച്ചു വരും. അതാണ് ഇവിടെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറയുന്ന കാർഡ് കാണിക്കുന്നത്. ഈ ഓരോ കാർഡും സെപ്പറേറ്റ് വായിക്കാൻ പറ്റില്ല, ഇത് കണക്ട് ചെയ്തിട്ടാണ് വായിക്കുന്നത്. അതായത് ഇതൊരു കാർഡ് നോക്കുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഏതൊക്കെ കാർഡാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതായത് ഓവറോൾ ആയിട്ട് പറയുമ്പം നിങ്ങളുടെ ആ ഒരു ഇന്നർ ലൈറ്റ് പുറത്തോട്ടേക്ക് വരുമ്പോൾ അത് പുറത്തോട്ടേക്ക് വരുക എന്നുള്ളത് നിങ്ങളും കൂടി അവിടെ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആക്ഷൻ എടുക്കേണ്ട ആ ഒരു നിങ്ങളെടുത്ത് അതൊരു അവൈക്കനിങ്ങിലോട്ടേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യം കംപ്ലീറ്റ് ആവുന്നുണ്ട്. അതുപോലെ ആ സമയത്താണ് അത് കംപ്ലീറ്റ് ആവുന്നിടത്തു നിന്നാണ് നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ട ആ ഒരു കാര്യം, അത് രണ്ടും കണക്റ്റഡ് ആണ്. മീൻസ് കംപ്ലീറ്റ് ആവുന്നത് ആ നഷ്ടപ്പെട്ട കാര്യം നിങ്ങൾക്ക് തിരികെ കിട്ടുമ്പോഴാണ്. അതുപോലെ ട്രാവൽ ചെയ്യുക, മൂൺ സമയം, ഈ ഫുൾ മൂൺ ന്യൂ മൂൺ ടൈം ഹീലിംഗ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബോട്ടം ഓഫ് ദ ഡക്കും സെയിം എനർജി തന്നെയാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നതിനെ കുറിച്ച് തന്നെയാണ്. ക്ലാരിറ്റി വരിക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ എനർജി ഓപ്പൺ ആവുന്ന സമയത്താണ് ക്ലാരിറ്റി വരുന്നത്. ഫെമിനൈൻ എനർജി അവേക്കണിങ് ആവുമ്പോഴാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നത്. ഈ ക്ലാരിറ്റിയിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന ആക്ഷനാണ് നിങ്ങളുടെ സക്സസ്സിലേക്ക് വരുന്നത്. ക്ലാരിറ്റി ഇല്ലാതെ എടുക്കുന്ന ആക്ഷനാണ് നിങ്ങളുടെ റോങ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്, നിങ്ങളുടെ ലൈഫിൽ തടസ്സങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കുമ്പോൾ അത് തെറ്റിപ്പോകുന്നത് എന്നുള്ളത്. കാരണം ക്ലാരിറ്റിയിലല്ല നിങ്ങൾ ആ ആക്ഷൻ എടുക്കുന്നത്, ഡൗട്ട് എനർജിയിലായിരിക്കും. ശരിയാവുമോ തെറ്റാവോ സക്സസ് ആവുമോ ഇങ്ങനെയുള്ള ഡൗട്ടിങ് എനർജിയിലായിരിക്കും. ഒരിക്കലും ക്ലാരിറ്റിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഡൗട്ട് വരില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.